ഒരിക്കൽ കൂടി ഈ ഒരു മനോഹരമായ സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ആദ്യമായിട്ട് ഇതൊരു സാധാരണമായിട്ടുള്ള ഒരു നോർമൽ സെഷനായിട്ട് ആരും എടുക്കരുത്. കാരണം ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്, ഈ ഒരു സെഷൻ കേൾക്കുവാൻ വേണ്ടി വന്ന ആളുകൾ ഉറപ്പായിട്ടും അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അവരിലൂടെ മഹത്തായ ചില കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു സാധാരണ ലെവലിലുള്ള ഒരാൾക്കും ഈ രൂപത്തിലുള്ള രഹസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള സാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ പ്രപഞ്ച നിയമങ്ങളെ, പ്രപഞ്ച നിഗൂഢതകളുടെ ഈ സത്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ വന്ന നിങ്ങളെ കുറിച്ച് നിങ്ങൾ അഭിമാനിക്കുക. നിങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ടവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിൽ ചില കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി നിങ്ങൾക്കൊരു ജന്മ ഉദ്ദേശമുണ്ട് എന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഈ പ്രപഞ്ച നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇത് ഇന്ന് പഠിച്ച് നാളെ തന്നെ ഇതിൻ്റെ ഒരു പൂർണ്ണതയിലോട്ട് നമുക്ക് എത്തുവാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതായത്, ഇന്ന് നമ്മൾ ഈ നിയമത്തെക്കുറിച്ച് പഠിച്ചു, നാളെ തന്നെ നമ്മൾ ഒരു പരിപൂർണരായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും, അല്ലെങ്കിൽ ഈ പ്രപഞ്ച നിയമത്തെ അപ്ലൈ ചെയ്ത് ഒരു എന്താ പറയുക, അതിലൊരു മാസ്റ്ററായി നാളെ തന്നെ ഞാൻ മാറും എന്ന് ചിന്തിക്കരുത്. കാരണം ഇത് നമ്മൾ പഠിച്ച് നമ്മുടെ ലൈഫിൽ പകർത്തി മനനം ചെയ്ത് സമയമെടുത്ത് നമ്മളെ ആ രൂപത്തിലോട്ട് മെരുക്കിയെടുക്കേണ്ടതാണ്. അപ്പൊ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്നാമത്തത്, ഇത് കേൾക്കുവാൻ വന്ന ആളുകൾ സാധാരണക്കാരല്ല. രണ്ടാമത്തെ ആളുകൾ, നിങ്ങൾ ഇത് മനനം ചെയ്ത് നിങ്ങളുടെ ഉള്ളിലോട്ട് ആവാഹിച്ചതിന് ശേഷം പയ്യെ നിങ്ങൾക്കിത് ഇംപ്ലിമെന്റേഷൻ നടത്താം. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അത്യത്ഭുതകരമായ മാറ്റം ഉണ്ടാവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അടുത്തൊരു കാര്യം, എത്രയോ ആളുകൾ ക്ലാസ്സുകളൊക്കെ കേൾക്കും, അറിവുകളെല്ലാം കരഗതമാക്കും, നോളജുകളെല്ലാം അക്വയർ ചെയ്യും. പക്ഷെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന വിഷയത്തിൽ അവർ വലിയ പരാജയമായിരിക്കും. ഉദാഹരണമായിട്ട് ഞാനിവിടെ പറയാണ്, നമുക്ക് ഇന്നത്തെ ഈ സെഷന് അവസാനം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ കുറഞ്ഞ ആളുകളെങ്കിലും ആക്ടിവിറ്റി നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യം എന്താണ് ഇതിന്റെ കണ്ടന്റ്, സാർ എന്താണ് ഈ പ്രപഞ്ച നിയമം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് അത് കിട്ടിയാൽ മതി, അതല്ലാതെ പ്രാക്ടീസ് ഒന്നും നമുക്ക് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നത്, പ്രാക്ടീസിലൂടെ മാത്രമേ നമ്മുടെ മനസ്സിനെ ഈ രൂപത്തിലുള്ള ഒരു വരുതിയിലോട്ട് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രപഞ്ച നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അതായത്, ഒരു കാര്യം ഇവിടെ കുറെ ആളുകൾ പറഞ്ഞു, പലതും പറഞ്ഞു. അതായത്, നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ട്, നമ്മുടെ ഉള്ളിലാവട്ടെ എല്ലാ ശക്തിയും നമ്മുടെ ഉള്ളിലുണ്ട്, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ശക്തിയുടെ ഒരു തുള്ളിയാണ് നമ്മൾ, അതുകൊണ്ട് ബ്രഹ്മാണ്ടത്തിലുള്ളത് അത് നമ്മുടെ ഉള്ളിലും ഉണ്ട് എന്നൊക്കെ ഇവിടെ പല ആളുകളും പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പവർ ഉണ്ടായിട്ടും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല, അതുമല്ലെങ്കിൽ വിചാരിച്ച പോലെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ പല ആളുകളും പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന് പ്രധാനമായ കാരണം ഈ പ്രപഞ്ചത്തിന്റെ നിയമത്തെ തിരിച്ചറിയുവാൻ സാധിക്കാതെ തന്നെയാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന പ്രപഞ്ച നിയമങ്ങൾ, ഈ നിയമങ്ങളെങ്ങാനും ഏതെങ്കിലും ഒരാൾ മനസ്സിലാക്കുകയും ഈ പ്രപഞ്ച നിയമത്തെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ന് പഠിച്ച് നാളെ, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം, അല്ലെങ്കിൽ നാളെ രാവിലെ എന്നല്ല, ബോധപൂർവം സമയവും എഫേർട്ട് കൊടുത്ത് ഇതിനെ പിന്നാലെ പോയി. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ നിയമം അറിഞ്ഞോ അറിയാതെയോ തെറ്റിച്ചതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥക്ക് കാരണം. പല ആളുകളും ദൈവത്തെ ആരാധിക്കും, ദൈവത്തിന് മുമ്പിൽ പൊട്ടിക്കരയും, ദൈവത്തിന് മുമ്പിൽ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യും. എന്നാൽ നമ്മൾ തിരിച്ചറിയുക, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിന് ആവശ്യം നമ്മൾ
ദൈവത്തെ ഇങ്ങനെ പുകഴ്ത്തുകയും സോപ്പിടുകയും ദൈവത്തിന്റെ പേരിൽ ഒരുപാട് നേർച്ച കാഴ്ചകൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നതല്ല എന്ന് തിരിച്ചറിയുക. ഈ നിയമത്തെ അനുസരിക്കുക എന്നതാണ്. ഉദാഹരണമായിട്ട് ഒരു ഭരണാധികാരിക്ക് തന്റെ രാജ്യത്തുള്ള ആളുകൾ ആ ഭരണാധികാരിയെ ഇങ്ങനെ വെറുതെ പൊക്കി 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 അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ആരാധിച്ച് അല്ലെങ്കിൽ എന്താ പറയുക എപ്പോഴും ആശംസകളും പൂക്കളും ഒക്കെ വിതറി ഈ രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു. രാജ്യത്തുള്ള നിയമങ്ങളൊക്കെ ലംഘിക്കുന്നു. രാജാവിന് ഒരിക്കലും അത് ഇഷ്ടമല്ല. രാജാവിന് ഇഷ്ടം രാജ്യത്തെ നിയമങ്ങൾ ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അതിനർത്ഥം അതിലൂടെയാണ് രാജാവിനെ സേവിക്കുക, രാജാവിനെ സ്നേഹിക്കുക എന്നതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടികർത്താവ് ഉദ്ദേശിക്കുന്നതും നമ്മൾ ഈ നിയമത്തെ പരിപാലിക്കണം, ഈ നിയമത്തെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിയമം ഒരാൾ പഠിച്ചു മനസ്സിലാക്കി അവനവന്റെ ഉള്ളിലോട്ട് വഹിപ്പിച്ചു. കാരണം ഞാൻ ഇത് ഇന്ന് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ മുൻകൂറായിട്ട് പറഞ്ഞത് ഉള്ളിലോട്ട് ആവാഹിച്ചെന്ന് പറയാൻ കാരണം ഇന്ന് ഇത് കേട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതം അങ്ങ് മാറും എന്നൊരു പ്രതീക്ഷ വെക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ആണിക്കല്ല് കിട്ടും. ഈ ആണിക്കല്ല് വെച്ചുകൊണ്ട് നിങ്ങൾ നിരന്തരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഗ്രാജ്വലി ഈ നിയമം അനുസരിക്കുന്നവരായിട്ട് നിങ്ങൾ മാറും. അതോടുകൂടി നിങ്ങളുടെ ജീവിതം അടിമുടി മാറും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി, ഈ നിയമത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഡെവലപ്പിംഗ് കൺട്രി ഉണ്ട്, ഡെവലപ്ഡ് കൺട്രി ഉണ്ട്, അൺഡെവലപ്ഡ് കൺട്രി ഉണ്ട്. വികസ്വര രാജ്യം, വികസിത രാജ്യം, അവികസിത രാജ്യം. കൃത്യമായി തിരിച്ചറിഞ്ഞോളൂ പ്രിയപ്പെട്ടവരെ. വികസിത രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ നടത്തിയ പഠനം പറയുന്നത് ആ രാജ്യത്തുള്ള ആളുകളിൽ 51%, അതായത് പകുതിയിൽ 1 കൂടുതൽ ഈ നിയമം അനുസരിക്കുന്നവരാണ് എന്നതാണ്. ഈ ലോ അനുസരിക്കുന്നവരാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ലോ അനുസരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ബോധതലം ഈ ലോ അനുസരിക്കാത്ത രാജ്യങ്ങളിലുള്ള ആളുകളെക്കാളും ഒരുപാട് ഉന്നതമാണ്, വിശാലമാണ്. ഉദാഹരണം ഞാൻ പറയാം. നമ്മളെല്ലാവരും വിദേശ രാജ്യത്ത് പോവാറുണ്ട്. നമ്മൾ ദുബായി പോവാറുണ്ട്, UK പോവാറുണ്ട്, അമേരിക്കയിൽ പോവാറുണ്ട്. അതുപോലെ തന്നെ വികസിതം എന്ന് പരക്കെ അറിയപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലും നമ്മൾ പോവാറുണ്ട്. അവിടെ പോകുന്ന സമയത്ത് നമ്മുടെ സ്വഭാവം എന്തായിരിക്കും ചോദിക്കുകയാണെങ്കിൽ, അവിടെ ഒരിക്കലും നമ്മൾ ഒരു ചായ കുടിച്ചു അതിന്റെ കപ്പ് നമ്മൾ റോട്ടിൽ എറിയുകയില്ല. അവിടെ അങ്ങാടിയിൽ നമ്മൾ മദ്യപിച്ച് ലക്കുകെട്ട് അവിടെ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയില്ല. അവിടെ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ പോകുമ്പോൾ വളരെ ക്വയറ്റ് ആയിരിക്കും. നമ്മൾ വാഹനം ഓടിക്കുന്ന രീതിയൊക്കെ വളരെ മനോഹരമായിരിക്കും. ട്രാഫിക് ഒന്നും നിയമങ്ങളൊന്നും നമ്മൾ ലംഘിക്കുകയില്ല. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ട്? ഇവിടെ ഉള്ള നമ്മൾ തന്നെയല്ലേ അവിടെ എത്തുമ്പോഴും അതേ നമ്മൾ. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ കാരണം ആ രാജ്യത്തിന്റെ, ശ്രദ്ധിക്കണം, ആ രാജ്യത്തുള്ള 51% ആളുകളും ഈ നിയമം പാലിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു പവർ, അവരുടെ ഉള്ളിലുള്ള ആ ബോധത്തിന്റെ വികാസം, അത് ആ രാജ്യം മുഴുവനും നിറഞ്ഞു കിടക്കുന്നു മൈ ഡിയർ ഫ്രണ്ട്സ്. അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആ വിദേശ രാജ്യത്ത് നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ ഏതെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും തിരുവനന്തപുരത്തോ കണ്ണൂരോ കോഴിക്കോടോ ഏതെങ്കിലും അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിലോ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ഇറങ്ങി നമ്മൾ ടാക്സി വിളിച്ചു പോകുമ്പോൾ നമ്മൾ പരസ്യമായിട്ട് എന്ത് ചെയ്യുന്നു? വേസ്റ്റുകൾ എടുത്ത് വലിച്ചെറിയുന്നു. അതേപോലെ തന്നെ നമുക്കിവിടെ യാതൊരു നിയമമോ ഒന്നുമില്ല, ഒരുപക്ഷെ ബഹളം ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, വികസിത രാജ്യങ്ങളിൽ ഒരു സ്ത്രീക്ക് രാത്രി ഒറ്റക്ക് എവിടെയും പോയി വരുവാൻ സാധിക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? അവരുടെ ഡ്രസ്സിലേക്കോ വസ്ത്രദാനത്തിലേക്കോ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അതേപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അമേരിക്കയിലൊക്കെ പോയ ഒത്തിരി ആൾക്കാർ പറയുന്നത്, അവിടെ ട്രാഫിക് സിഗ്നൽ ഓൺ ആയി കഴിഞ്ഞാൽ ഓരോരുത്തരും പറയും അങ്ങ് പൊക്കോളൂ, അങ്ങ് പൊക്കോളൂ, അങ്ങ് പൊക്കോളൂ, അങ്ങ് പൊക്കോളൂ. നമ്മളാണെങ്കിലോ സിഗ്നൽ ഓൺ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റഷായിട്ട് ഓടും. അതായത് അതിന് അർത്ഥം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരു രാജ്യത്തെ ജനങ്ങളുടെ
ഈ നിയമം അനുസരിക്കുന്നതിന്റെ ഫലമായി, അറിഞ്ഞോ അറിയാതെയോ ഈ നിയമം അനുസരിക്കുന്നതിന്റെ ഫലമായി ആ രാജ്യത്ത് മുഴുവൻ പുരോഗതി, സമൃദ്ധി. നമ്മുടെ ഈ നാട്ടിലൊന്നും കാണുന്നത് പോലുള്ള ഒരു തരത്തിലുള്ള ഒരു സംഭവം അവിടെ കാണാൻ സാധിക്കുകയില്ല. അതിനർത്ഥം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവർ ഈ നിയമത്തെ അറിഞ്ഞോ അറിയാതെയോ പാലിച്ചു എന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നിയമം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെയും ഈ നാടിന്റെയും ശാപം. മനസ്സിലായോ? അപ്പോ ഹാപ്പി പാർക്കിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, ഉന്നതമായ ബോധത്തിലെത്തിയ, വിശാലമായ കോൺഷ്യസ് പോയിന്റ് ഉള്ള, വിശാലമായ കാഴ്ചപ്പാടുള്ള 1,00,000 ആളുകളെ സൃഷ്ടിക്കുക വിത്തിൻ 2040, 2040 ആകുമ്പോഴേക്കും. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൈ ഡിയർ ഫ്രണ്ട്സ്, യെസ്, കുറച്ച് ആളുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, ശരി. സൂമിലൊന്നും അടിക്കാണ്ടിരിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. അപ്പോ എന്താണ് ഈ നിയമങ്ങൾ? എല്ലാ നിയമങ്ങളും ഞാൻ ഇവിടെ പറയുന്നില്ല. ഉദാഹരണമായിട്ട് നമ്മളൊക്കെ കേട്ട ഒരുപാട് നിയമങ്ങളുണ്ട്. ലോ ഓഫ് വൺനെസ്, ഏകതാ നിയമം, ലോ ഓഫ് വൈബ്രേഷൻ, ഇതൊക്കെ പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ഈ നമ്മളെല്ലാവരും ഈ നിയമത്തിന്റെ കീഴിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ, മൈ ഡിയർ ഫ്രണ്ട്സ്, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് കോമ്പൻസേഷൻ, ലോ ഓഫ് റിതം, ലോ ഓഫ് കറസ്പോണ്ടൻസ്. ഞാൻ എല്ലാം കൂടി ഇവിടെ പറയുന്നില്ല, നമുക്ക് സമയം കിട്ടുമ്പോൾ പറയാം, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട്സ് വരുന്നു. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഏകദേശം ഒരു 12ഓളം പ്രധാനപ്പെട്ട നിയമങ്ങളും അതിന് താഴെ സബ്സിഡറി ആയി ഒത്തിരി നിയമങ്ങളുണ്ട്. ശ്രദ്ധിക്കുക, നമ്മളെല്ലാവരും ഈ നിയമത്തിന് കീഴിലാണ്. ഒരു ബസ് പോകുന്ന സമയത്ത് ആ ബസ്സിൽ നിൽക്കുവാൻ ഒരു സ്പേസ് ഉണ്ട്, അതിന്റെ മുകളിൽ കമ്പിയുണ്ട്, അതിനെവിടെ പിടിക്കാൻ സ്ഥലമുണ്ട്, അതിന് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ഇറങ്ങാനും കയറാനും ഒക്കെ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു വ്യക്തിക്ക് അതിന് മുകളിലുള്ള കമ്പിയെ കുറിച്ച് ഒരു ധാരണയില്ലാതെ അയാൾ അങ്ങ് ചാടിയാൽ അയാളെ തലക്ക് പരിക്ക് പറ്റും. അയാൾ ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിന്റെ സീറ്റ്, ആ ബസ്സിന്റെ അറേഞ്ച്മെന്റ്, ആ ബസ്സിന്റെ നിയമ വ്യവസ്ഥിതി ഇതനുസരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് മനോഹരമായി യാത്ര ചെയ്യാൻ പറ്റൂ. എന്നതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മളെല്ലാവരും ഈ നിയമത്തിന്റെ കൺട്രോളിലാണ്, നിയന്ത്രണത്തിലാണ്. അപ്പോ ഈ നിയമം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സമൃദ്ധിയിലോട്ട് പോകും. സ്വപ്നം പോലും കാണുവാൻ സാധിക്കാത്ത അത്രയും ഉയരത്തിലേക്ക് നമ്മൾ പോകും. ഇന്നുവരെ നമ്മൾ മനസ്സിലാക്കാത്ത, തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരും. നമുക്ക് പണത്തിന് കുറവുണ്ടാവില്ല, ബന്ധങ്ങൾക്ക് കുറവുണ്ടാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് പ്രപഞ്ചത്തിന് ശക്തിയുണ്ട്. ആ ശക്തിയെ എടുത്ത് യഥേഷ്ടം ഉപയോഗിക്കുവാൻ സാധിക്കാത്ത ഇന്നത്തെ അവസ്ഥ മാറും. സോ നമുക്ക് ഓരോന്നായി പതുക്കെ പഠിക്കാം. സോ ആരും റിക്വസ്റ്റ് ഒന്നും അയക്കാതിരിക്കുക ഈ ക്ലാസിന്റെ ഇടക്ക്. ഷാജി സാർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ഇതൊരു നിയമമാണ്. ആദ്യം ശ്രദ്ധിച്ചോളൂ, ഞാൻ നിയമം പറയുന്നതിന് മുമ്പ് തന്നെ പറയുന്നു, ഇതൊരു നിയമമാണ്. നമ്മൾ ഈ നിയമം കൃത്യമായി മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കൽ നിർബന്ധമാണ്. അപ്പോ ലോ ഓഫ് വൺനെസ്,
ലോ ഓഫ് ഡിവൈൻ വൺനെസ് എന്നാണ് പ്രപഞ്ച നിയമത്തിന്റെ ആദ്യത്തേത്. ലോ ഓഫ് ഡിവൈൻ വൺനെസ്, അതായത് തിരിച്ചറിയുക, ഈ ലോകത്തുള്ള സകല മനുഷ്യരും, സകല ചരാചരങ്ങളും, മൃഗങ്ങളും പക്ഷികളും പ്രാണികളും, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിട്ടുള്ള സകലതും പരസ്പരം കണക്റ്റഡ് ആണ്. പരസ്പരം കണക്റ്റഡ് ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ബ്രീത്ത് എടുക്കുന്നു, എന്റെ ശരീരം എവിടെയാണ്? ഞാൻ ബ്രീത്ത് എടുക്കുന്നു. ഞാൻ എവിടുന്നാ ബ്രീത്ത് എടുക്കുന്നത്? അന്തരീക്ഷത്തിൽ നിന്നാ ബ്രീത്ത് എടുക്കുന്നത്. അപ്പൊ ഈ അന്തരീക്ഷത്തിലെ വായു, അന്തരീക്ഷം എന്തുമായി കണക്റ്റഡ് ആണ്? ഈ അന്തരീക്ഷം ട്രോപ്പോസ്ഫിയർ, ട്രാൻസോസ്ഫിയർ, അയനോസ്ഫിയർ, തെർമോസ്ഫിയർ, നമുക്കറിയാം വ്യത്യസ്ത തട്ടുകളുണ്ട്. അതുക്കും മീതെ സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. അതായത് ഞാൻ ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളുമായി കണക്റ്റഡ് ആണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള വന്യജീവികളുമായി ഞാൻ കണക്റ്റഡ് ആണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഇതൊരു നിയമമാണ്, ഇതൊരു സത്യമാണ്. പ്രപഞ്ച നിയമത്തിൽ പറയുന്നത് ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ ഒന്നേ ഉള്ളൂ. ഈ ഒരു തിരിച്ചറിവിൽ നിന്നും ഏതെങ്കിലും ഒരു വ്യക്തി എത്രത്തോളം അകലത്തിലാണോ അത്രത്തോളം ദാരിദ്ര്യവും കഷ്ടതയും യാതനയും അദ്ദേഹം അനുഭവിക്കും. ഇത് കേവലം വാക്കുകൊണ്ട് താത്വികമായിട്ട് അറിഞ്ഞാൽ പോരാ. മാനസികമായി ഇത് അറിയുകയും അവനവന്റെ ഉള്ളിൽ തൻ്റെ സഹോദരനും തൻ്റെ സുഹൃത്തും ഞാനും തമ്മിലുള്ള ബന്ധം, ഞാൻ വേറെ തൻ്റെ സുഹൃത്ത് വേറെ എന്നുള്ളതല്ല, അത് എൻ്റെ അപരനാണ്, അത് എൻ്റെ അപരനാണ്, ഞാൻ എൻ്റെ ഒരു ഫോട്ടോ കോപ്പിയാണ്, ഞാനും അവനും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എൻ്റെ ഉള്ളിൽ ഉള്ളത് തന്നെയാണ് അവൻ്റെയും ഉള്ളിൽ ഉള്ളത് എന്ന രൂപത്തിലുള്ള ഒരു ആഴത്തിലുള്ള ഒരു ബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ, അത് മനസ്സിലാക്കുക മാത്രമല്ല, അത് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ചില മാറ്റം വരും. ഈ ഒരു ലോ ഓഫ് വൺനെസ് ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ഉള്ളൻ മനസ്സിലോട്ട് പോയി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലും ചിന്തയിലും ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിലും എല്ലാം മാറ്റം ഉണ്ടാവും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ നിയമം അറിയാതെ ഒരാൾ ലംഘിച്ചു. എങ്ങനെ ലംഘിച്ചു? ഒരാള് ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തിന് മാത്രം ആളായി മറ്റൊരു വിഭാഗത്തെ വെറുത്തു എന്ന് നോക്കുക. ഈ ഡിവൈൻ വൺനെസ് എന്ന് പറയുന്ന നിയമത്തെ അയാൾ ലംഘിച്ചു. അയാൾ അത് ലംഘിച്ചു. അപ്പൊ അങ്ങനെ ലംഘിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾ ഈ പ്രപഞ്ചത്തിന്റെ ഈ ആദ്യത്തെ നിയമത്തെ അദ്ദേഹം വയലേറ്റ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രപഞ്ച നിയമത്തെ തെറ്റിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു ബസ് ഓടുന്ന സമയത്ത് അതിൽ ഇന്ന ഉപകരണങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട്, ആ രൂപത്തിൽ ശ്രദ്ധിച്ചു പോയിട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ദേഹത്ത് വീഴും, അതിന്റെ ഒക്കെ പ്രതിസന്ധി നമുക്ക് ഉണ്ടാവും എന്നതുപോലെ ഈ നിയമത്തെ ഒരാൾ ലംഘിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ പോവർട്ടി ഉണ്ടാവും, അയാൾക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടാവും, അയാൾക്ക് ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവില്ല, പ്രപഞ്ച ശക്തിയുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അദ്ദേഹം എത്ര പള്ളിയിൽ പോയിട്ടും കാര്യമില്ല, എത്ര അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല, കാരണം നിയമം തെറ്റിച്ചു. ഒരാൾ പരസ്യമായിട്ടൊരു കൊലപാതകം നടത്തി നോക്കുക, പരസ്യമായിട്ട് കൊലപാതകം നടത്തി CCTV ഒക്കെ അത് റെക്കോർഡ് ചെയ്തു. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത ആളാണ്. പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇവിടെ നിയമമില്ലേ? പരസ്യമായിട്ടൊരു നിയമലംഘനം ഒരാൾ നടത്തി കഴിഞ്ഞാൽ അധികാരികൾക്ക് അയാൾ രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല. രഹസ്യമായിട്ടൊക്കെ നടത്തിയാൽ ഒരുപക്ഷെ ഏതെങ്കിലും പഴുതിലൂടെയൊക്കെ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ പരസ്യമായിട്ട് ഒരാൾ ഒരു കുറ്റകൃത്യം നടത്തി കഴിഞ്ഞാൽ ഭരണാധികാരികൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഈ കുറ്റകൃത്യം ഒരാൾ ചെയ്യുകയും
ഭരണാധികാരിയുടെ ആളാണ് ഞാനെന്ന് ഉച്ചൈസ്തരം പറയുകയും ചെയ്തതുകൊണ്ട് ഭരണാധികാരിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നതുപോലെയാണ് ഈ പ്രപഞ്ച നിയമം എന്ന് പറയുന്നത്. ഒറ്റക്കെട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബോധതലം ഉയർന്നു 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 ഒരു തലത്തിലോട്ട് എത്തുമ്പോഴേ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിൽ ഈ ഞാൻ എന്നുള്ള ആ ഭാഗം തന്നെ വെട്ടിമാറ്റണം. നമ്മളാണ്, ഞാൻ മാത്രം ഉയർന്നു നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ്, ഞാൻ എത്രയോ തവണ ആവർത്തിച്ചതാണ്, സാന്ദർഭികമായിട്ട് ഇവിടെയും ആവർത്തിക്കുന്നു, അങ്ങനെ ഞാൻ എന്നതിലോട്ട് ഒരാൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ പ്രപഞ്ചം നമ്മൾ എന്നുള്ള ഈ ബോധത്തിൽ നിന്നും അയാൾ മാറുകയും അതോടുകൂടി അയാൾക്ക് പ്രത്യേകത ലഭിക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയും അദ്ദേഹത്തിന് അമിതമായ ദേഷ്യമുണ്ടാവും. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഊർജം വീണ്ടും നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് നിരാശ വരും. അദ്ദേഹം വിചാരിക്കുന്ന പോലെ കാര്യം നടക്കില്ല, ആളുകളൊന്നും അദ്ദേഹത്തെ അംഗീകരിക്കില്ല. അപ്പൊ അദ്ദേഹം അവിടെ ശക്തി ഉപയോഗിക്കാൻ തുടങ്ങും, നിരാശ വരും. അപ്പോഴേക്കും വീണ്ടും അദ്ദേഹത്തിന്റെ എനർജി വീണ്ടും കുറയും. അങ്ങനെ കുറഞ്ഞ് 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 അയാൾ നാശമടയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ പറയുന്നത് ഇത്രയാണ്. അതായത് ലോ ഓഫ് വൺനെസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം പരസ്പരം ബന്ധിതമാണ്. അതില് ആണ്, പെണ്ണ്, ജാതി, വർഗം, മതം, ഇങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടെ ഒന്നേ ഉള്ളൂ. ഇതാണ് ലോ ഓഫ് യൂണിവേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ആ നിയമത്തിൽ പറയുന്നത് ഇവിടെ ഒന്നേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഭൂമിയിലുള്ള ഓരോരുത്തരും അവരവരുടെ നിലക്ക് പരിപൂർണരുമാണ്. ഈ പ്രപഞ്ചത്തിന്റെ കണ്ണിൽ, അല്ലെങ്കിൽ എന്താ പറയാ, യൂണിവേഴ്സൽ മൈൻഡിന്റെ കണ്ണിൽ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, സൃഷ്ടികർത്താവെന്നോ ദൈവമെന്നോ എന്തും പറയാം, അതിന്റെ കണ്ണിൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരാണ് സൃഷ്ടിപ്പ് നടത്താൻ വേണ്ടി വന്നവർ. മൃഗങ്ങളെ പോലെയല്ല, മനുഷ്യന് പ്രത്യേകതയുണ്ട്. അപ്പോ ഈ ലോകത്തുള്ള ഓരോ മനുഷ്യരും അവരുടെ നിലയിൽ പരിപൂർണരാണ് പ്രപഞ്ചബോധത്തിന്റെ കണ്ണിൽ. എന്നാൽ ഞാൻ പരിപൂർണനല്ല എന്ന് ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അത് അയാളുടെ മാത്രം പരിമിതമായ വിശ്വാസത്തിന്റെ ഫലമാണ്. മനസ്സിലായോ? ഒരാൾ ഞാൻ പരിപൂർണനല്ല, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ തികവുറ്റവനല്ല എന്ന രൂപത്തിൽ ഒരാൾ മാറിയിട്ടുണ്ട് എങ്കിൽ അത് അയാളുടെ റോങ് ആയിട്ടുള്ള തെറ്റായ ഇൻഫർമേഷൻസിന്റെ ഫലമായിട്ടാണ്. ഞാനൊരു ചെറിയ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഈ ഷാജി എന്ന് പറയുന്ന ആളാരാണ്? ഷാജി ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഈ ഷാജി എന്ന് പറയുന്ന ആള് ഇച്ചിരി നേരമായി ഓക്കെ. ഷാജി ഒന്ന് ശ്രദ്ധിക്കുക. കുറെ സമയമായി ലിങ്ക് ചോദിക്കുന്നു, ശ്രദ്ധിക്കുക. ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം. നോക്കൂ നിങ്ങൾ, പ്രപഞ്ചത്തിന്റെ കണ്ണിൽ ഈ വീട് എങ്ങനെയാണോ, ഇതിന് ഓരോന്നും പരിപൂർണമാണ്. Everyone is complete in the eyes of universe. നോക്കൂ നിങ്ങൾ, ഇവിടെ ചെറിയൊരു കല്ലുണ്ട്, അത് ആ കല്ല് അങ്ങനെയുള്ള അവസ്ഥയിൽ അത് പരിപൂർണമാണ്. ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, കരീം സാറേ, നിങ്ങള് ഈ എന്താ പറയാ, പിന്നെ പണമുണ്ടാക്കാനും ബിസിനസ് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് യൂസുഫ് അലിയേക്കാളും കൊച്ചേസേബ് ചിറ്റലെ പള്ളിയേക്കാളും ഒക്കെ പൈസക്കാരായിക്കൂടാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൽ രണ്ട് കാര്യം തിരിച്ചറിയണം. ഒന്ന്, നമുക്ക് ആവശ്യത്തിനുള്ള സമ്പത്തും എല്ലാ ഫെസിലിറ്റീസും നമുക്കുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് എല്ലാവരെയും ആവശ്യമാണ്.
എല്ലാവരും കൊച്ചൈസേബ് ചുറ്റിലപ്പള്ളി ആയാൽ, എല്ലാവരും ബിൽ ഗേറ്റ്സ് ആയാൽ നടക്കൂ? ഇവിടെ എല്ലാവരും, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, യൂസുഫ് അലി ആവട്ടെ, ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ആരെയാണ്? ഏതെങ്കിലും ഒരു മതദർശനത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ഗുരുവിനെയോ അവർ ഫോളോ ചെയ്യുന്നു. ഇവർ ഫോളോ ചെയ്യുന്ന ഗുരുക്കന്മാരാവട്ടെ ഇവരുടെക്കാളും എത്രയോ ഫിനാൻഷ്യലി ദരിദ്രരായിരുന്നു. മനസ്സിലായോ? അപ്പോ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഞങ്ങൾ എന്നെ സംബന്ധിച്ചോ, എന്നെ പോലുള്ള ആളുകൾ, നമ്മളുടെ നിയോഗം എന്ന് പറയുന്നത് ആളുകളുടെ മനസ്സിൽ അകപ്പെട്ടിരിക്കുന്ന ബ്ലോക്കുകളെ നീക്കി അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ സ്പിരിച്വാലിറ്റിയെ കാണിച്ചു കൊടുത്ത് അവരെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തി കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. ആ വിഷയത്തിൽ നമ്മൾ പരിപൂർണരാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഒത്തിരി ആൾക്കാരുണ്ടാവും ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ, അവർക്ക് ലൈഫിൽ എന്റർടൈൻമെന്റോ ആസ്വാദനമോ, അതിനാണ് ഈ കലയും സാഹിത്യവും ഒക്കെ. എല്ലാം ഇവിടെ വേണം. ആരും മോശമെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? രാജാവ് മാത്രമുണ്ടായ പോലെ പ്രജകൾ ഉണ്ടാവണം. അപ്പോ യൂണിവേഴ്സൽ ലോ പറയുന്നത്, ഈ ഒരു ക്ലാസ് കേട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലുള്ള എല്ലാ ബാരിക്കേഡുകളും നമ്മൾ പൊട്ടിച്ചെറിയണം. പൊട്ടിച്ചെറിയാതിരുന്നാൽ നമ്മളൊരു ചെറിയ ബാരിക്കേഡ്സിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ച നിയമത്തെ വയലേറ്റ് ചെയ്തു എന്നതാണ് അതിന്റെ അർത്ഥം. സോ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളിൽ നിന്നും മനോഹരമായ സൃഷ്ടിപ്പ് നമ്മൾ എവിടെയാണോ പ്രതിഷ്ഠിച്ചത്, നിങ്ങളൊരു തെങ്ങുകയറ്റക്കാരനാണെങ്കിൽ നിങ്ങൾ ആ വിഷയത്തെ നിങ്ങൾ പരിപൂർണനാണ് എന്നതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ തെങ്ങ് കയറ്റക്കാർ ആവശ്യമില്ലേ? ഇവിടെ മരം മുറിക്കാർ ആവശ്യമില്ലേ? എല്ലാവരെയും ആവശ്യമുണ്ട്. അപ്പോ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിന്റെ കണ്ണിൽ ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തെ അല്ലെങ്കിൽ ഇവിടെ മനോഹരമായ സൃഷ്ടികർമ്മം നിർവഹിക്കുക എന്നതാണ് ഇതിന്റെ ഡ്യൂട്ടി. അപ്പൊ നോക്കൂ, നിങ്ങൾ പരസ്പരം ബന്ധിതമാണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ ഇതിൽ ഒരു കല്ല് മറ്റേ കല്ലിൽ എങ്ങനെ 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 തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആരാ തകരുന്നത്? നോക്കൂ നിങ്ങൾ, ഇതിൽ ഒരു കല്ല്, ഇപ്പൊ നോക്കൂ, ഒരുപാട് കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. വേണമെങ്കിൽ ഞാൻ മറ്റൊരു രൂപത്തിലോട്ട് ആക്കിത്തരാം. അപ്പോഴാ കുറച്ചും കൂടി വിശാലമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ഈ ആക്ടിവിറ്റി കൂടി കഴിഞ്ഞിട്ട് എല്ലാവരും പോവാം. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ തിയറി കേട്ടത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കിക്കോണമെന്നുണ്ടാവില്ല. തിയറി മാത്രം കേട്ടത് കൊണ്ട് കാര്യമുണ്ടാവില്ല. ഇത് പ്രാക്ടിക്കലായിട്ട് പഠിക്കണം. നമ്മൾ തിയറി മാത്രം കേട്ടു പോകും ചില ആൾക്കാർ. എനിക്ക് നോളജ് കിട്ടിയാൽ മതി, പ്രാക്ടീസ് ഒന്നും ഞാൻ ചെയ്യില്ല, അതൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തോട്ടെ. മനസ്സിലായില്ലേ? ഈ ഇഷ്ടിക കല്ലുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ ഇഷ്ടിക കല്ലുകളിൽ ഒരു കല്ല് മറ്റേ കല്ലിനെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ കല്ലുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്നാണ് ഈ കല്ലിന്റെ വിചാരമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഒന്ന് പറഞ്ഞ് മൈക്കോളാക്കി സംസാരിച്ച്. അതായത് ഇതിലെ ഒരു കല്ല് പറയാണ്, മുകളിലെ കല്ല് പറയാണ്, ഞാൻ ഏറ്റവും മുകളിലാണ്, ഈ താഴെയുള്ള കല്ലുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അവൻ തകർന്നാലും ശരി അവൻ തകർന്നില്ലെങ്കിലും ശരി എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് മുകളിലെ കല്ല് വിചാരിച്ചാൽ ആ ബിൽഡിങ്ങിന്റെ ഉറപ്പിനെ അത് ബാധിക്കുമോ ഇല്ലയോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഈ വീടിന്റെ ഈ ബിൽഡിങ്ങിന്റെ ഉറപ്പിനെ അത് ബാധിക്കുമോ ഇല്ലയോ? അപ്പോ ഇവിടെ ആര് നിയമം ലംഘിച്ചു? ഈ മുകളിലിരിക്കുന്ന കല്ല് നിയമം ലംഘിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ മുകളിലിരിക്കുന്ന കല്ല് നിയമം ലംഘിച്ചത് കൊണ്ട് ആ കല്ലിന് മാത്രമല്ല അത് ദ്രോഹം ചെയ്തത്. ഈ വീട്ടിൽ ഒരു 2500 കല്ലുണ്ടെങ്കിൽ ഈ 2500 കല്ലിനും ഈ മുകളിലുള്ള കല്ല് ദ്രോഹം ചെയ്തു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ആത്യന്തികമായിട്ട് അതേപോലെ തന്നെയാണ് ഈ പ്രപഞ്ച നിയമത്തിന്റെയും കഥ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ച നിയമം അനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഏതെങ്കിലും ഒരു മനുഷ്യനെ, ഏതെങ്കിലും ഒരാളെ എന്തിന്റെയെങ്കിലും പേരിൽ നമ്മൾ വെറുത്താൽ, ഒറ്റപ്പെടുത്തിയാൽ, അയാളുമായിട്ട് എനിക്ക് ആ വിഭാഗക്കാരുമായിട്ട് എനിക്ക് യാതൊരു യോജിപ്പില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും
നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വികാരം, വെറുപ്പ്, വിദ്വേഷം, ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നമ്മൾ ഒരാളെ ബ്ലെയിം ചെയ്യുക, കുറ്റപ്പെടുത്തുക, ഒരാളെ മൃഗീയമായി ചീത്ത പറയാം, മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കല്ലിന്റെ ഉദാഹരണം പറയണം, നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചെയ്യുവാൻ സാധിക്കുക, ഒരു കല്ല് അങ്ങനെയാണെങ്കിൽ, ഒരു കല്ല് ഞാൻ താഴെയുള്ള കല്ലുമായിട്ടൊരു ബന്ധവുമില്ല, ഞാനാണ് മുകളിലുള്ള കല്ല് എന്ന രൂപത്തിൽ അഹങ്കാരം നടിച്ച് എനിക്ക് എന്റേതായ വഴി എന്ന രൂപത്തിൽ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള അല്ലെങ്കിൽ ബോധമുള്ള ഒരു കല്ലിനെ അവിടെ ചെയ്യാൻ സാധിക്കുക? ഉറപ്പ്, കുറച്ചും കൂടി ഉറപ്പോടുകൂടി, ശക്തിയോടുകൂടി, കരുത്തോടുകൂടി മറ്റെല്ലാ കല്ലുകളെയും ഉറപ്പിച്ച് നിർത്തുക എന്താണ് മറ്റു കല്ലുകൾക്ക്, അല്ലെങ്കിൽ ബോധമുള്ള ഒരു കല്ലിന് അവിടെ ചെയ്യാൻ പറ്റുക. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ചോദിക്കുകയാണെങ്കിൽ, ഈ സിസ്റ്റത്തെ തകർക്കാതെ നിലനിർത്തുവാൻ ആ കല്ലിന് സാധിക്കുന്നു. ഇവിടെ കല്ലിന്റെ ഉപമ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, ഇവിടെ കല്ലല്ല നിങ്ങളെ ദ്രോഹിക്കുകയോ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ നിയമം ലംഘിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ നിരന്തരമായി ശണ്ട കൂടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ അകത്ത് ശാന്തി എന്ന് പറയുന്ന സംഭവം, അതാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഇന്ന് ക്ലാസ് കേട്ട് നാളെ തന്നെ സാധിക്കുന്നതല്ല. നിങ്ങളുടെ അകത്ത് പവറിനെ കൊണ്ടുവന്നാൽ, ശക്തിയെ കൊണ്ടുവന്നാൽ, നിങ്ങൾ ചിന്തിക്കുന്നതനുസരിച്ച് ഗ്രാജുവലി ആ മനുഷ്യൻ മാറും. കാരണം നിങ്ങളും അയാളും രണ്ടല്ല, ഒന്നാണ്. ഇതേ ചെയ്യുവാൻ പറ്റൂ. അല്ലെങ്കിൽ അയാൾ നിയമം ലംഘിച്ചു, അയാളോട് റെസ്പോണ്ട് ചെയ്ത് നമ്മൾ നിയമം ലംഘിച്ചു, നമ്മൾ രണ്ടു കൂട്ടരും പ്രപഞ്ചത്തിന്റെ നിയമം തെറ്റിച്ചാൽ പ്രപഞ്ചം കഠിനമായി ശിക്ഷിക്കും. അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ നിയമം അനുസരിച്ചാൽ വാരിക്കോരി കൊടുക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ നിയമം അനുസരിച്ചാൽ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ മഹാത്മാഗാന്ധിയെ ഇത്രയേറെ സ്നേഹിക്കുന്നത്? ലോകത്ത് വിജയിച്ച ഏതെങ്കിലും ഒരാളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അത്യുന്നതമായ വിജയം നേടിയ ആളുകൾ എല്ലാവരെയും സമഭാവനയോടുകൂടി കണ്ടവരല്ലേ? യെസ് ഓർ നോ? പ്ലീസ് ടാപ്പ് യെസ് ഓർ നോ. ഒരു പരിധിയിൽ കവിഞ്ഞ് നല്ല രൂപത്തിൽ സുപ്രസിദ്ധി നേടിയ മുഴുവൻ ആളുകളും ഈ രൂപത്തിലുള്ളവരല്ലേ പ്രിയപ്പെട്ടവരെ? ഒന്ന് ടൈപ്പ് ചെയ്ത് പ്ലീസ് ടാഗ്. നിങ്ങൾ ടൈപ്പ് ചെയ്യണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അത് നിയമത്തിന്റെ വയലേഷൻ ആണ്. ഈ നിയമം നമുക്കറിയോ അറിയില്ലേ? ഒരാൾ പറയും, സാറേ ഇങ്ങനെ ഉണ്ടല്ലേ, ഒരു വിഭാഗത്തെയോ ഒരു വർഗത്തെയോ വെറുക്കാൻ പാടില്ല അല്ലേ, അത് നിയമത്തിന്റെ ലംഘനമാണില്ലേ? നിങ്ങൾ ആ നിയമം ലംഘിച്ചാൽ അറിഞ്ഞോ എനിക്ക് ഈ നിയമം അറിയില്ലായിരുന്നു സർ, ഇത്ര കുഴപ്പമില്ല, തകരും. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ റൂട്ടിലോട്ട് വരാം. അതായത് എല്ലാവരും ഒന്നാണ്. ഈ ഒരു തടാകത്തെ കുറിച്ച് നോക്കൂ നിങ്ങൾ. ഈ ഒരു തടാകത്തിൽ നമ്മളൊരു കല്ലിട്ടു നോക്കുക. നമ്മളൊരു കല്ല് ഈ തടാകത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇട്ട ഈ കല്ല് അതിന്റെ ഫ്രീക്വൻസി ഈ തടാകം മുഴുവനും സ്പ്രെഡ് ആവും. ഏതെങ്കിലും ഒരു ഭാഗം ഒഴിവല്ല, മുഴുവനും സ്പ്രെഡ് ആവും. എന്നതുപോലെ നിങ്ങളെന്ന് പറയുന്ന മനുഷ്യൻ, നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ഒരു ചിന്ത ചിന്തിച്ചാൽ അത് പ്രപഞ്ചത്തിൽ മുഴുവനും സ്പ്രെഡ് ആവും. കാരണം നിങ്ങളും അതും കണക്റ്റഡ് ആണ്. ഒരു ഫോണിലെ 2-3 ബട്ടൺ അമർത്തുമ്പോഴേക്കും നമുക്ക് വിദേശ രാജ്യത്തുള്ള ആൾക്കാരെ കണ്ട് സംസാരിക്കുവാൻ കാരണം അത്രയും കണക്റ്റഡ് ആണ്. ഈ പ്രപഞ്ചം ഒന്നാണ്. അപ്പൊ ഒരാൾക്ക് ഒന്നല്ല എന്ന് തോന്നാൻ കാരണം, കരീം സാർ നിങ്ങൾ പറഞ്ഞു ശരിയല്ല കേട്ടോ, അതെങ്ങനെ ശരിയാവുക? അപ്പുറത്ത് കണ്ടില്ലേ, ഇത് ചെയ്യുന്ന ആള്, അത് ചെയ്യുന്ന ആള്, യുദ്ധം ചെയ്യുന്ന ആള്, അതും നമ്മളൊക്കെ ഒന്നാണെന്നോ? എന്താ സാർ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ ഈ നിയമ പറയുന്നത്. നമുക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് നമ്മുടെ ബോധം കുറഞ്ഞത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ തന്റെ പാർട്ട്ണറെയോ ആരാണ് ശരി,
അവരെ വെറുക്കുകയോ നെഗ്ലക്ട് ചെയ്യുകയോ അവരെ കുറിച്ച് നിരന്തരമായി നെഗറ്റിവിറ്റി ചിന്തിക്കുകയോ ചെയ്യുന്നത് അവരുടെ ആ പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ആ സ്വഭാവം അത് കുറെ കൂടി ശക്തിപ്പെടുത്തുവാൻ നമ്മൾ സഹായിക്കുന്നതിന് തുല്യമാണ്. കാരണം നിങ്ങൾ അയാളെ കുറിച്ച് ചിന്തിക്കുകയാണ്, ആ വ്യക്തി ഇപ്പോൾ ഇങ്ങനെ പെരുമാറും, അദ്ദേഹം പെട്ടെന്ന് ചൂടാകും, അദ്ദേഹം ഭക്ഷണത്തിനെ കുറിച്ച് നല്ലത് പറയില്ല, അദ്ദേഹം എന്നോട് മിണ്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യൂ, ഞാൻ നോക്കട്ടെ വേറെ നിനക്ക് ചെയ്യോ നോക്കട്ടെ. നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, ചെയ്യില്ല, അയാൾ ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. കാരണം നിങ്ങൾ ഈ ചിന്തിക്കുന്നത് പോലെ മാത്രമേ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ചിന്തിക്കുന്നത് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പിടിച്ചെടുക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയുന്നത് എല്ലാം ഇതാണ് ലോ ഓഫ് ഡിവൈൻ വൺനെസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ ലോകത്തിന് മുഴുവനും ശാന്തി, സമാധാനം, സ്നേഹം, ഈ രൂപത്തിലുള്ള പോസിറ്റീവായ ചിന്തകളും വികാരങ്ങളും നമ്മൾ ഇങ്ങനെ സംപ്രേഷണം ചെയ്തു നോക്കൂ. അപ്പൊ എന്ത് സംഭവിക്കും? അങ്ങനെ ഈ പോസിറ്റീവായിട്ടുള്ള ഈ ഇമോഷനും ഈ സംഭവവും നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് സംപ്രേഷണം ചെയ്തു നോക്കൂ. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മളുടെ ഈ ചിന്ത കാരണം ലോകം മുഴുവൻ നന്നാവും. ലോകം മുഴുവൻ നന്നാവുക എന്ന് പറഞ്ഞാൽ അതിനാനുപാതികമായിട്ടുള്ള മാറ്റം ലോകത്ത് സംഭവിക്കും. ഒരു സംശയ വിഷയത്തിനില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ 2-3 കോഴ്സ്, ഒന്ന് ശ്രീനാരായണ ഗുരുവിൽ ഒരു കോഴ്സ് ഉണ്ട്. അദ്ദേഹം പറയുന്നു, അവനവന്റെ ആത്മസുഖത്തിന് വേണ്ടി ആചരിച്ചിടുന്നത് അപരനും സുഖമായി വന്നിടണം. നിങ്ങൾ എന്താണോ നിങ്ങളെ കുറിച്ച് കൺസിഡർ ചെയ്തത് അതുപോലെ തന്നെയാണ് മറ്റവനും. അപരൻ എന്നാ പറഞ്ഞത്. എന്താ അപരൻ എന്ന് പറഞ്ഞാൽ? അപരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റൊരു പതിപ്പ്. നമ്മൾ കണ്ടില്ലേ സദ്ദാം ഹുസൈൻ്റെ അപരൻ. അതേപോലെ തന്നെ എന്താ പറയാ, അപരന്മാരെ വെച്ചുകൊണ്ട് കളിച്ച കുറെ ആൾക്കാർ ലോക ചരിത്രത്തിലുണ്ട്. അപരന്മാർ തന്നെ അവരുടെ രൂപം, അവരുടെ എല്ലാം അവർ തന്നെ, ഡ്രസ്സും എല്ലാം. ഈ നിയമം അറിഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ നെഞ്ചിലേറ്റുന്നത്. എത്ര വലിയ പണക്കാരും എത്ര വലിയ ആളുകളും അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ശിശുവായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നിയമം അറിഞ്ഞ ആളായിരുന്നു അദ്ദേഹം. ജീസസ് പറഞ്ഞില്ലേ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് രണ്ടും ഒന്നല്ലേ പ്രിയപ്പെട്ടവര്? അയൽക്കാരനും നീയും രണ്ടല്ല, നിന്റെ അപരനാണ്, നീ തന്നെയാണ് അയൽക്കാരൻ. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഈ ഒരു നോളജ് കേൾക്കുവാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരിലൂടെ മുഴുവനായിട്ട് കേൾക്കുവാൻ ഭാഗ്യമുള്ളവർ, അവരിലൂടെ വലിയ എന്തെങ്കിലും പർപ്പസ് ഈ പ്രപഞ്ചത്തിൽ നടക്കുവാൻ ഉണ്ട് എന്നതുകൊണ്ടാണ് അവർ കേൾക്കുന്നത്, അല്ലെങ്കിൽ കേൾക്കില്ല. മനസ്സിലായില്ലേ? അതായത് ഈ ലോ അറിയുന്നത് കൊണ്ടാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതേപോലെ തന്നെ മറ്റൊരു കോഴ്സ് കണ്ടില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക. എന്താ അതിനർത്ഥം? മെഴ്സിഡസ് ബെൻസും ഉണ്ട്, ഇന്നോവയുണ്ട്. നമുക്കിഷ്ടം മെഴ്സിഡസ് ബെൻസിൽ യാത്ര ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ സഹോദരനും വരുന്നുണ്ട്. അല്ലെങ്കിൽ സഹോദരൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ്. കൂടപ്പുറപ്പ് എന്ന് നമ്മുടെ മാതാവിന്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ല. അപ്പോ മറ്റൊരാൾ യാത്ര പോകുന്നുണ്ട്. അപ്പൊ നമുക്കിഷ്ടം ബെൻസ് ആണെങ്കിലും ശരി, എനിക്കിഷ്ടമുള്ളത് ഇതാണെങ്കിലും ഞാൻ ഇന്നോവയിൽ പൊക്കോളാം, നീ ഇതിൽ പൊക്കോ. നോക്കൂ നിങ്ങൾ, പ്രപഞ്ച നിയമത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ച നിയമം, പ്രാപഞ്ചിക നിയമം അനുസരിക്കുന്നതിന്റെ ഒരു മകുടോദാഹരണമല്ലേ ഈ 3 വാക്യങ്ങൾ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ മൈ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ, അമേരിക്കയിലെ ഭരണാധികാരി പോലും യേശുക്രിസ്തുവിന്റെ മുമ്പിൽ തലകുമ്പിട്ടിരിക്കുന്നു. എന്താ കാരണം? യൂസുഫ് അലി അല്ല, അതേപോലെ തന്നെ സൽമാൻ രാജാവല്ല, ആരും. മക്കയിലും മദീനത്തും പോയാൽ അവര് സാധാരണ മനുഷ്യരെ പോലെ വിനയാന്വിതരാകുന്നു. പ്രിയപ്പെട്ടവരെ, ആരുടെ മുമ്പിൽ? ഈ മഹാഗുരുക്കന്മാരുടെ മുമ്പിൽ. അപ്പൊ നമ്മൾ എന്ത് തിരിച്ചറിയണം? ഇവർ ഈ ലോ ഓഫ് യൂണിവേഴ്സിനെ അറിഞ്ഞ് പകർത്തിയവരാണ്. അതിന്റെ പവറാണ്. അത് എത്രത്തോളം
അറിഞ്ഞു പകർത്തുന്നു, അത്രത്തോളം വലുതാകും. കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ അത്രത്തോളം ചെറുതാവും. ഈ നിയമത്തിൽ തൊട്ട് കളിച്ചാൽ പ്രപഞ്ചം വെറുതെ വിടില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഞാൻ നിങ്ങൾ റിസർച്ചിന് വേണ്ടി പറയുന്നു, വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കാം, 1993 നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടണം. നിന്നെപ്പോലെ നിന്റെ സഹോദരനെയും ഇഷ്ടപ്പെടണം. നിന്റെ ആത്മസുഖത്തിന് വേണ്ടി നീ ചെയ്യുന്നത് തന്റെ സഹോദരനും സുഖമായി വന്നിടണം. 1993 അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ഒരു പഠനം നടന്നു. അത് ഇപ്പോഴും നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. മെഡിറ്റേഷൻ എക്സ്പെരിമെന്റ് ഇൻ 1993. ഇപ്പോഴും നിങ്ങൾക്ക് അടിച്ചു നോക്കാം. നിങ്ങൾക്ക് സമയക്കുറവ് കൊണ്ടാണ്. ഇപ്പൊ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. 1993 അവിടെ ഇതേപോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു ഹീലിംഗ് ടീം, ഒരു സിദ്ധയുമായി ബന്ധപ്പെട്ട ഒരു ഗുരു 4000-ഓളം ആളുകളെ അണിനിരത്തിക്കൊണ്ട് ദിവസങ്ങളോളം മെഡിറ്റേഷൻ ചെയ്തു. ദിവസങ്ങളോളം പറഞ്ഞാൽ ഒരു ദിവസത്തിൽ നിശ്ചിത സമയം, അങ്ങനെ ഒരുപാട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്തു. അതിന്റെ റിസൾട്ട് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, വാഷിംഗ്ടൺ DC-യിൽ ഈ കർമ്മം ചെയ്ത ഈ സമയത്ത് 49% കുറ്റകൃത്യങ്ങളും കുറഞ്ഞു. ചെറിയ കാര്യമല്ല. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നു. എല്ലാ ദിവസവും രാവിലെ ഹാപ്പി പാർക്കിന്റെ മെഡിറ്റേഷൻ ക്ലബിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? നന്ദി പറയിക്കുക. അതേപോലെ തന്നെ ലോകത്ത് മുഴുവൻ ആളുകൾക്കും ശാന്തി ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ, സമൃദ്ധി ഉണ്ടാവട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ. മനസ്സിലായി? ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടാവും. യാതൊരു കുഴപ്പമില്ല അതിന് ഫോളോ ചെയ്യാൻ. പക്ഷെ മറ്റുള്ളവർക്കും എന്നെ പോലെ തന്നെയാണ് എന്ന് കൺസിഡർ ചെയ്ത് അവരെ നമ്മളെ എങ്ങനെയാണ് ബഹുമാനിക്കുന്നത് അതേ ബഹുമാനത്തോടു കൂടി അവരെയും നമ്മൾ ബഹുമാനിക്കണം. ഇല്ലെങ്കിൽ ഈ നിയമത്തിന്റെ വയലേഷൻ ആണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പടിഞ്ഞാറൻ പാശ്ചാത്യൻ രാജ്യങ്ങളെല്ലാം ഈ വിഷയത്തിൽ മുൻപന്തിയിലാണ്. നമ്മൾ പത്രത്തിലോ മറ്റോ കാണുന്നത് പോലെ അല്ല കാര്യം. ഞാൻ ഈ അഫ്ഗാനിസ്ഥാനിലെ കുറച്ച് കുട്ടികളെ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോ, ഒരു ഹോട്ടലിൽ ഒരു ഫുഡ് കഴിക്കാൻ സമയത്ത് ഇന്ത്യക്കാരല്ലാത്ത ഒരു വ്യത്യസ്തമായ രൂപത്തിലുള്ള കുറച്ച് യുവാക്കളെ കണ്ടപ്പോ ഞാൻ കൗതുകത്തിന് അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ, അവരുടെ ഭാഷയുണ്ട്, ആ ഭാഷയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല, ഇംഗ്ലീഷ് ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പോ ഞാൻ ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പൊ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. കോഴിക്കോട് ഒരു പ്രസക്തമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വിദ്യാർത്ഥികളാണ് അവർ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥ, എന്താണ് അവിടുത്തെ അവസ്ഥ, അവിടെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന ഈ പ്രശ്നമൊന്നും അവിടെ ഇല്ല. അവരെന്നോട് പറഞ്ഞതാണ്. ഉദാഹരണമായിട്ട് കാശ്മീരിൽ ഒരു ബോംബ് പൊട്ടിയാൽ, ഡൽഹിയിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഹൈദരാബാദിൽ എന്തെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടായാൽ പുറത്ത് കേൾക്കുന്നത് എന്താണ്? ഇന്ത്യയിൽ ബോംബ് സ്ഫോടനം, ഇന്ത്യയിൽ കലാപം, ഇന്ത്യയിൽ ലഹള എന്നതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്രത്യേക ഒരു ഏരിയയിൽ മാത്രമാണ് ഇതൊക്കെ. ബാക്കി ഞങ്ങളൊക്കെ നിൽക്കുന്ന ഏരിയയിൽ നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് ആ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതിനർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ശാന്തി, സമാധാനം, ഐശ്വര്യം, സമൃദ്ധി, സന്തോഷം, ഈ കാര്യങ്ങൾ ലോകത്തുള്ള സകല മനുഷ്യരോട് പറഞ്ഞാലും, അതുണ്ടാവട്ടെ എന്ന് പറഞ്ഞാലും, നമ്മുടെ വാക്ക് കാരണം മിനിമം നമ്മുടെ പഞ്ചായത്തിലുള്ള ഒരു 100 കുട്ടികളുടെ, 100 യുവാക്കളുടെ മനസ്സിൽ നിന്നും
കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള വാസന ഒഴിവായാൽ നമ്മൾ ചെയ്തത് ഒരു പുണ്യകർമ്മമാണോ അല്ലേ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മളിങ്ങനെ പറയാണ്, മനസ്സിലായില്ലേ? സമാധാനം ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, സുഖമുണ്ടാവട്ടെ, സമൃദ്ധി ഉണ്ടാവട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ. മിനിമം നമ്മുടെ നാട്ടിലെ ഒരു 100 കുട്ടികൾക്ക് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ നാട് എന്നോ ജപ്പാൻ എന്നോ പിന്നെ അമേരിക്ക എന്നോ വ്യത്യാസമില്ല, എല്ലാം കണക്റ്റഡ് ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു എക്സ്പെരിമെന്റ് വേണമെങ്കിൽ ഒന്ന് നെറ്റിൽ നോക്കാൻ നിങ്ങൾക്ക് 49% കുറ്റകൃത്യങ്ങൾ അവിടെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ പീസ് ഇൻ യുവർ മൈൻഡ് വിൽ സ്പ്രെഡ് എവരിവെയർ. അതായത് നമ്മൾ ഒരു മനുഷ്യൻ ശാന്തനായി നിന്നാൽ ആ ശാന്തി ആ വീട്ടിലും, ആ വീടിന്റെ പരിസരത്തും, അയൽക്കാർക്കും, ആ നാട്ടിലും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മഹാത്മാഗാന്ധി ജീവിച്ചിരിപ്പുണ്ടെന്ന് വെക്കുക, ഉദാഹരണം പറയാം. മഹാത്മാഗാന്ധി ജീവിച്ചിരിപ്പുണ്ടെന്ന് വെക്കുക, നമുക്ക് എല്ലാവരുടെ മനസ്സിൽ ശാന്തിയുടെ ഒരു ഐക്കണായിട്ട് അദ്ദേഹമുണ്ട്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ വരുന്നു എന്ന് വെക്കുക. അപ്പൊ ഞാൻ കോഴിക്കോടാണ്, അദ്ദേഹം കോഴിക്കോട് വരുന്നു എന്ന് വെക്കുക. കോഴിക്കോട് ജില്ലക്കാരുടെയും മുഴുവൻ ആൾക്കാരുടെയും മനസ്സിൽ ഒരു തരം ശാന്തിയും സന്തോഷവും സമാധാനവും ഉണ്ടാകുമോ ഇല്ലയോ? യെസ് ഓർ നോ? പ്ലീസ് ടാക്ക് യെസ് ഓർ നോ. മഹാത്മാഗാന്ധി വരുന്നു എന്ന് വെക്കുക നമ്മുടെ നാട്ടിൽ, നമ്മുടെ മനസ്സിൽ മൊത്തത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഒരു തരം ശാന്തി ഉണ്ടാവും. ആ ശാന്തി ആരെ ശാന്തിയാണ്? മഹാത്മാവിന്റെ ഉള്ളിലുള്ള ശാന്തിയാണത്. മഹാത്മാവിന്റെ ഉള്ളിലുള്ള, മഹാത്മാഗാന്ധിയുടെ ഉള്ളിലുള്ള ആ ശാന്തിയാണത്. മനസ്സിലായോ? അപ്പോ നിങ്ങൾ ഈ രൂപത്തിലൊരു ശാന്തി അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നതാണ് ഈ ലോകത്തിന് ചെയ്തു കൊടുക്കുക. അങ്ങനെ മാറുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ മാറുമ്പോൾ നമ്മൾ ഈ ലോ ഓഫ് വൺനെസ്സിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ശാന്തി നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ശാന്തിയായി നമ്മൾ മുഖാന്തരം ഒരു 10,000 ആളുകൾ രക്ഷപ്പെട്ടാൽ പ്രപഞ്ച ശക്തി നമുക്കറിയാം എങ്ങനെയാ റിവാർഡ് നൽകുന്നത്. ഒരു മാവിന്റെ അണ്ടി നട്ട് അതിന് വെള്ളവും ഇട്ടുകൊടുത്തതിന് പ്രപഞ്ച ശക്തി നമുക്ക് തിരിച്ചു നൽകുന്നത് എത്രയോ മാങ്ങകളാണ്. ഒരൊറ്റ തേങ്ങ നമ്മൾ നടുമ്പോൾ, അധികം തേങ്ങയില്ല, ഒരൊറ്റ തേങ്ങ അത് മുളച്ച് വലുതായി, ആ ഒരൊറ്റ തേങ്ങ നട്ടതിന് ഫലമായി നമുക്ക് കിട്ടുന്നത് അനുസ്യൂതം വർഷങ്ങളോളം തേങ്ങയാണ്, ചിരട്ടയാണ്, മടലാണ്. അപ്പൊ ശാന്തിയുള്ള ഒരാളായി നിങ്ങൾ നിൽക്കുകയും നിങ്ങളുടെ മാനസികാവസ്ഥ കാരണം ആയിരക്കണക്കിന് ആളുകൾ രക്ഷപ്പെടുകയും ചെയ്താൽ നിങ്ങൾക്ക് പ്രപഞ്ചം സമൃദ്ധി പരിധിയില്ലാതെ നൽകില്ലേ? പ്രിയപ്പെട്ടവരെ, പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. അതെങ്കിലും ഉച്ചത്തിലൊന്ന് പറഞ്ഞേ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പക്ഷെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നത്. പരിധിയില്ലാതെ നമ്മളെ സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചത്തിന്റെ ശക്തി. പ്ലീസ് യെസ് ഓർ നോ. ശ്രദ്ധിക്കേണ്ടത് എന്താ ചോദിക്കുകയാണെങ്കിൽ, പരിധിയില്ലാതെ നമുക്ക് നൽകുവാൻ നിൽക്കുന്നതാണ് പ്രപഞ്ചത്തിന്റെ ശക്തി. ദൈവം നിങ്ങൾ എന്ത് വിളിച്ചാലും ശരി. അപ്പൊ ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. എന്നാൽ അത് നേരെ തിരിച്ച് നമ്മള് വയലേഷൻ ഉള്ള ഗ്രൂപ്പിൽ ചേർന്ന്, ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പിൽ ചേർന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും TV ചർച്ചയിലോ മറ്റോ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ, നെഗറ്റീവായിട്ടുള്ള ഫീലിങ്ങുകൾ, മനസ്സ് മുഴുവൻ യുദ്ധക്കളമായി. നിങ്ങൾ യുദ്ധക്കളമാക്കി നിങ്ങളുടെ മനസ്സിനെ മാറ്റിയാൽ നിങ്ങളെ വീട് മാത്രമല്ല, ഏകദേശം വളരെ പതറ്റിക് കണ്ടീഷനുള്ള 1000 അല്ലെങ്കിൽ 100 വേണം, 10
10 യുവാക്കളുടെ ജീവിതം തകർക്കുവാൻ നിങ്ങളുടെ മാനസികാവസ്ഥ കാരണമായെങ്കിൽ നിങ്ങളെ പ്രപഞ്ചശക്തി വെറുതെ വിടുവോ? നിയമം തെറ്റിച്ചു. You are going wrong route. So you must be punished by your wrong action. എന്തുകൊണ്ടാ കിട്ടാത്തത് എന്ന് മനസ്സിലായിക്കോളൂ. പ്രപഞ്ച നിയമത്തിന് യാതൊരു തെറ്റുമില്ല. മനസ്സിലായോ? നിങ്ങൾ എന്ത് ചിന്തിക്കുകയാണെങ്കിലും, അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രഷർ കോഴ്സിലൊക്കെ ഗോൾ സെറ്റ് ചെയ്യാനൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാൻ കാരണം, നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്ത മനസ്സിൽ, നിങ്ങളൊരു ആഗ്രഹം സെറ്റ് ചെയ്ത് മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിരന്തരം ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സബ് കോൺഷ്യസിൽ എത്തുകയാണെങ്കിൽ, ഈ ഗോള് നിങ്ങൾ സെറ്റ് ചെയ്ത വിവരം ലോകത്ത് മുഴുവൻ സ്പ്രെഡ് ആവുന്നുണ്ട്. ബുദ്ധിയിലല്ല, ബോധത്തിലല്ല. നമ്മളെ ബോധത്തിലില്ലാത്ത കുറെ കാര്യം നമ്മുടെ ബ്രെയിനിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇപ്പൊ ഒരാൾ നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യുകയാണെങ്കിൽ അയാൾ ചെറിയ പ്രായത്തിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിളിച്ചു പറയും. അദ്ദേഹത്തോട് ഉണർത്തിയതിനു ശേഷം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ അനുഭവം ഉണ്ടായ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. അയാൾ പറയും, അയാളെ ബോധത്തിൽ അതില്ല, പക്ഷെ സബ് കോൺഷ്യസിലുണ്ട് അത്. എന്നതുപോലെ ഇത് നിങ്ങൾ ഒരു ആഗ്രഹം സെറ്റ് ചെയ്താൽ ആ ആഗ്രഹം, നിങ്ങളെ ചിന്ത, നിങ്ങളെ ഫീലിംഗ് പോകുന്നത് ലോകത്ത് മുഴുവനാണ്. അപ്പൊ നിങ്ങളെ ആഗ്രഹത്തിന്, നിങ്ങളെ ആഗ്രഹം നേടിത്തരുവാൻ കൽപ്പുള്ള, ആ യോഗ്യതയുള്ള ആ വ്യക്തിയുടെ ഉപബോധ മനസ്സിലും അത് ചെന്ന് തട്ടും. ആ വ്യക്തിക്ക് ബോധത്തിലില്ല, ഉപബോധ മനസ്സിൽ തട്ടും. ആ വ്യക്തി ഏതെങ്കിലും കോയിൻസിഡൻസ് ആയി നിങ്ങളുമായി കണ്ടുമുട്ടും. നിങ്ങൾ ആഗ്രഹം നേടിയെടുക്കുവാനത് വഴിയൊരുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാരണ്ടി ആയിട്ട്, നിങ്ങൾ 30 ലക്ഷം സെറ്റ് ചെയ്തോളൂ, അത് നിങ്ങൾക്ക് നേടാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നവും മാറാൻ പറ്റും എന്ന് പറയാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ നിയമത്തിന്റെ ബേസിലാണ് പ്രപഞ്ചം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് മാത്രമാണ്. ഈ നിയമം ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഈ മൊത്തം നിയമമാണ്. ഉദാഹരണമായിട്ട്, ഭൂമിയിൽ നിന്നും ഒരു വസ്തു 11.2 കിലോമീറ്റർ പെർ സെക്കൻഡിൽ പോയാൽ ഭൂഗുരുത്വാകർഷണം ഭേദിച്ച് മുകളിലോട്ട് പോവാം. അത് നിയമമാണ്. അത്രയും വേഗത ഉണ്ടാവണം പോവാൻ, അതൊരു നിയമമാണ്. ആ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ പോവാൻ കഴിയില്ല. ആ നിയമം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചന്ദ്രനിൽ പോകാൻ പറ്റുന്നത്. ആ നിയമം ഉള്ളത് കൊണ്ടാണ് ചൊവ്വയിൽ പോകാൻ പറ്റുന്നത്. പ്രപഞ്ചത്തിൽ ആ നിയമമുള്ളത് കൊണ്ടാണ് ഡോക്ടർമാർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നത്. പ്രപഞ്ചത്തിൽ ഈ നിയമമുള്ളത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. തെറ്റുപറ്റാത്ത നിയമം. അപ്പൊ ഈ സ്പിരിച്വൽ വേൾഡില്, അല്ലെങ്കിൽ ഈ ആത്മീയമായിട്ട് നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ട ഒരു നിയമമാണ് ലോ ഓഫ് ഡിവൈൻ വൺനെസ്. അപ്പൊ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിഷ്ഫലമായിട്ട് ചിന്തിക്കുവാനോ വികാരം കൊള്ളുവാനോ സാധ്യമല്ല. യെസ് ഓർ നോ? അതായത് ഒരാൾ ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അത് വെറുതെ ആവില്ല. ആറ്റത്തിന്റെ തൂക്കം അയാൾ ചിന്തിച്ചാലും അത് യൂണിവേഴ്സിനോട് സംപ്രേഷണം ചെയ്യപ്പെടും. അത് നന്മയാവട്ടെ തിന്മയാവട്ടെ. അതുകൊണ്ട് ഒരുപക്ഷെ ചില ആൾക്കാരുടെ ലൈഫ് മുടിയും, ചില ആൾക്കാരുടെ ലൈഫ് തഴച്ചു വളരും. എന്തായാലും ശരി, പ്രപഞ്ചം റിവാർഡ് നൽകും. അതാണ് ലോ ഓഫ് കോമ്പൻസേഷൻ ഒരു നിയമം തന്നെയുണ്ട്. ഇത് ആ നിയമത്തിനോട് പോയിട്ടില്ല. ഇതൊരു ഒറ്റ ഏക നിയമം നമ്മൾ പറയുന്നുള്ളൂ. പ്രപഞ്ചം പകരം തരും. നിങ്ങൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നത് അത് പ്രപഞ്ചത്തിന്റെ ഒരു പോളിസിയാണ്. അയാൾ ചിലപ്പോൾ നമ്മളെ ദ്രോഹിച്ചെന്ന് വരും, പക്ഷെ പ്രപഞ്ചത്തിന്റെ നിയമം അനുസരിച്ച് അയാൾ ദ്രോഹിച്ചോ ഇല്ലെന്നല്ല, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് പ്രപഞ്ചത്തിലോട് പോകും. അത് ഒരാളിങ്ങനെ കള്ളക്കടത്ത്, ഉദാഹരണമായിട്ട് സ്മഗ്ലിംഗ് നടത്തണം, അദ്ദേഹം അത് ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ അത് സംപ്രേഷണം ചെയ്യപ്പെട്ടു. സ്മഗ്ലിംഗ് നടത്തണം. അതേ ഫ്രീക്വൻസിയുള്ള ആ വ്യക്തിയുടെ
മനസ്സിലോട്ട് ഈ ചിന്തയെത്തും. ബോധത്തിലോട്ടല്ല, ഉപബോധത്തിലോട്ടെത്തും. എങ്ങനെയോ ഈ വ്യക്തിയുമായിട്ട് ഈ സ്മഗ്ലിംഗ് നടത്താൻ ഈ കൂട്ടുകാരൻ ഒരുമിച്ച് കൂടും. അവർ ഒരുമിച്ച് കൂടിയിട്ട് സ്മഗ്ലിംഗ് നടത്തും. മനസ്സിലായോ? അത്ഭുതം. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഞാൻ കണ്ടുമുട്ടിയത് വല്ലാത്തൊരു വഴിത്തിരിവായി. ഒരു വഴിത്തിരിവല്ല, നിങ്ങളാണ് അയാളെ ഇങ്ങോട്ട് എത്തിച്ചത്. ചില ആൾക്കാർ പറയാൻ, കരീം സാറെ, അങ്ങനെയാണെങ്കിൽ എന്നെ ഒരാള് 10 ലക്ഷം പറ്റിച്ചു പോയി. ഇത് ഈ നിയമം മുഴുവൻ പഠിക്കണം, അപ്പൊ മനസ്സിലാവും. ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്രേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഒന്നാണ്, ഏകത്വമാണ്, ഏകത്വമാണ്, വണ്ണസ് ആണ്. ഈ യൂണിവേഴ്സിൽ എല്ലാം ഒന്നാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു പൊസിഷൻ ഉണ്ട്. ആരും മോശക്കാരല്ല. ഒരാളെ കുറിച്ചും ജഡ്ജ്മെന്റ് നടത്തരുത്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചരിത്രമൊക്കെ കണ്ടിട്ട് നമ്മൾ വെറുതെ ഒരാളെയും വിലയിരുത്താൻ പോകരുത്. ചരിത്രം വായിച്ചിട്ട് അയാൾ ഇങ്ങനെയായിരുന്നു. ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ചരിത്രം, ഹിസ്റ്ററി എന്നാൽ ഹിസ്റ്റോറി. നിങ്ങൾ ഒരാൾ എന്നെ കുറിച്ച് ഒരു ചരിത്രം എഴുതുന്നു, അത് ശരിയാകുമോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും ശരിയാവില്ല. നിങ്ങൾ എന്നെ കുറിച്ച് ഒരു ചരിത്രം എഴുതുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ എഴുതുന്നത്, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതുന്നത്. അത് നോക്കി വേറൊരാൾ എഴുതുകയാണെങ്കിൽ അത് ചരിത്രം നോക്കി ഒരാളെയും വിലയിരുത്തരുത്. ഒരാൾ പറയുന്നത് കേട്ടും ഒരാളെ വിലയിരുത്തരുത്. നമ്മൾ മനസ്സിലാക്കുക, അയാളുടെ ഉള്ളിലുള്ളതും എൻ്റെ ഉള്ളിലുള്ളതും ചൈതന്യമാണ്. ഞാനും അയാളും കണക്ഷനാണ്. എൻ്റെ ഉള്ളിൽ നിന്ന് മോശമായി ചിന്തിച്ച ഇതൊക്കെ കേട്ടതിന് ശേഷം ഒരാൾ പോയിട്ട്, ശരിയാണ്, ഞാൻ ഇത്രയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും ഇത്രയും ആഴത്തൊരു തിരിച്ചറിവ് ഇപ്പോഴാണ് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ പോയിട്ട്, എടി ഞാൻ നിന്നോട് പിണങ്ങിയത്, ഞാൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ പോയി പറഞ്ഞാൽ ഒരുപക്ഷെ അവള് പറയും ഇതെന്തോ നമ്പറാണെന്ന് പറയും. അത് ഇപ്പൊ തന്നെ പോയിട്ട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. സമയമെടുക്കും. ഇത് പഠിക്കുക. നിങ്ങൾ ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിക്കുക. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. പറ്റുമെങ്കിൽ EFT പോലെ ടൂൾസുകളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഉള്ള് ഈ രൂപത്തിലാവും. ഇതാണ് പ്രപഞ്ച നിയമം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു പീസിലോട്ട് എത്തിക്കഴിയുമ്പോ പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വീട്ടിലൊരു സുഗന്ധ സ്പ്രേ അടിച്ചു, എല്ലാവർക്കും അതിന്റെ വാസന എത്തും. അതിന്റെ വാസന ഒരിക്കലും ഒരാൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, അയാളുടെ മൂക്കിന് എന്തെങ്കിലും തകരാറുണ്ടാകുമ്പോഴല്ലാതെ. എന്നതുപോലെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളെ വീട്ടിലുള്ള ആളുടെ സ്വഭാവം മാറും, നാട്ടിലുള്ള ആൾക്കാരുടെ സ്വഭാവം മാറും. അപ്പം നിങ്ങളെ പ്രാഥമികമായിട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ അകത്ത് ഈ ശാന്തിയും സമാധാനവും കൊണ്ടുവരിക എന്ന ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഈ പ്രപഞ്ച നിയമം അനുസരിച്ച് നമുക്ക് ലോകത്തെ ശരിപ്പെടുത്തുവാൻ സാധിക്കും. സോ മുഴുവൻ ആളുകളോടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതാണ് പ്രപഞ്ചത്തിന്റെ നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഈ ഒരാഴ്ച ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആക്ടിവിറ്റി നൽകാം, ചെറിയൊരു കുഞ്ഞു ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റി എല്ലാവരും ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ലോ ഓഫ് വൺനെസ്സിനെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണ കിട്ടിയോ ഇല്ലേ? പ്ലീസ് ടാപ്പ് യെസ് ഓർ നോ. പ്ലീസ് സേ യെസ് ഓർ നോ. ഈ ലോ ഓഫ് വൺനെസ്സിനെ കുറിച്ച് ഒരു ആശയം കിട്ടിയോ ഇല്ലേ? പ്ലീസ്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പറഞ്ഞത് ക്ലിയർ അല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ്? നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ചില ആൾക്കാർക്ക് ദുരന്തം ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ ലോ ഓഫ് വൺനെസ്സിനെ ലംഘിച്ചു. ഇന്ന ആളുമായിട്ട് പ്രശ്നം, ഭർത്താവുമായിട്ട് പ്രശ്നം, ഭാര്യയായിട്ട് പ്രശ്നം, നാട്ടുകാരായിട്ട് പ്രശ്നം. ലോ ഓഫ് വൺനെസ് ഇതിന്റെ വയലേഷനാണ്. അപ്പൊ ഈ മഹാത്മാക്കളായ ആൾക്കാർ പറഞ്ഞ വാക്കിന്റെ ഒക്കെ ഒരു പൊരുള് എത്രയുണ്ട് പ്രിയപ്പെട്ടവരെ? തിരിച്ചറിയുക. ഈ ട്രഷറൊക്കെ കോഴ്സിലൊക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് ഈ ഒരു ലെവലിൽ എത്തിക്കാണും, ഒരു സംശയമില്ല. സോ നമുക്കൊരു കുഞ്ഞു പ്രാക്ടീസ് ചെയ്യാം, ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതേപോലെ തന്നെ പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മൾ ഹാപ്പി പാർക്കിന്റെ മെഡിറ്റേഷൻ ക്ലബ് ഉണ്ട്. നാളെ രാവിലെ ഉണ്ടാവും. നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ
എന്തൊരു നഷ്ടമാണ് ഈ ലോകത്തിന് വരുന്നത് പ്രിയപ്പെട്ടവർ. ഇങ്ങനെയുള്ള നോളജ് കിട്ടാൻ, ഇങ്ങനെയുള്ള ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവര്, ഈ ഒരു നിയമത്തെക്കുറിച്ച് ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഒത്തിരി ആൾക്കാരുണ്ട്, ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇങ്ങനെ ഒരു നിയമത്തെക്കുറിച്ച് ഒരു ധാരണ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു? യെസ് ഓർ നോ, പ്ലീസ് ടൈപ്പ്. ആദ്യമായിട്ടാണ് ചില ആൾക്കാർ മാത്രം. അപ്പോ ഇതൊരു നിയമമാണ്. ഈ നിയമം തെറ്റിച്ചത് കൊണ്ടാണ് അവര് പ്രശ്നത്തിലായത്. മനസ്സിലായോ? ഈ വലിയ ആൾക്കാരായിട്ട് ഇപ്പോഴും. ഇപ്പൊ നമ്മൾ നോക്കൂ, ബ്രിട്ടീഷ് രാജ്ഞി അന്തരിച്ചപ്പോ അവിടെ ബ്രിട്ടീഷ് രാജ്ഞി എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്ത് വിസ ഇല്ലാതെ, പാസ്പോർട്ട് ഇല്ലാതെ എങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുന്ന ആളാണ്. അവര് പോയിട്ട് യേശുവിന്റെ മുമ്പിൽ പോയിട്ട് കുമ്പിടുന്നു. എന്താ കാരണം? ഭൗതികമായി നോക്കുകയാണെങ്കിൽ യേശുവിനെ എത്രയോ മുകളിലാണ്. അധികാരവും പവറും പൈസയും ഉണ്ട്. പക്ഷെ ഈ പവർ ഇവർക്കാ ഉള്ളത്. ഏത് രാജാവും ഭരണാധികാരിയും ഈ രൂപത്തിലുള്ള സ്പിരിച്വൽ ഗുരുസിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ കാരണം പവർ അവരുടെ കയ്യിലാണ്. മക്കത്ത് പോണതും എന്താ പറയുക, ക്ഷേത്രങ്ങൾ പോകുന്നതും ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയുക, ഈ നിയമം അറിഞ്ഞവരാണ് അവർ. അതുകൊണ്ട് അവരിപ്പോഴും ഉന്നതമായ സംഭവത്തിലാണ്. ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പ് പറയുന്നു, ഈ ഒരു സീരീസ് നമുക്ക് അടുത്ത ആഴ്ചയും തുടരണം. എന്നിട്ട് നമ്മളൊരു ഈ ലെവലുള്ള ആളുകളായിട്ട് മാറണം. അതാണ് ലോകത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം. സോ എല്ലാവരും നിവർന്നിരുന്നേ, ജസ്റ്റ് നിവർന്നിരുന്നേ, ജസ്റ്റ് എല്ലാവരും നിവർന്നിരിക്കുക. ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ച്, കണ്ണുകളടച്ച് എൻ്റെ വാക്കിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ശ്വാസത്തിലേക്ക് മാത്രം മനസ്സുകൊണ്ട് പോയേ. കോൺസെൻട്രേറ്റ് യുവർ ബ്രീത്ത്. ഈ ശ്വാസത്തിലൂടെ ഞാൻ ഈ അണ്ടകടാഹങ്ങൾ മുഴുവനും നിറഞ്ഞിരിക്കുന്നു. ഈ ശ്വാസത്തിലൂടെ ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഞാനുമായി കണക്ഷൻ ഇല്ലാത്ത ഒരു ആറ്റം പോലും ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാം ഞാനുമായി കണക്റ്റഡ് ആണ്. എൻ്റെ ചിന്ത ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ദിക്കുകളിലും, അഷ്ടദിക്കുകളിലും എത്തും. അതിന് സമയമോ സ്പേസോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു, ഐ ചൂസ് ടു ബി കാം. ഞാൻ ശാന്തനാകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ എല്ലായ്പ്പോഴും സമാധാനത്തിലായിരിക്കും. ഞാൻ ശാന്തനാവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ എല്ലായ്പ്പോഴും ശാന്തിയിലാണ്. 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 ഈ ഒരു മന്ത്രം ആവർത്തിച്ച് പറഞ്ഞു എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഉണർന്ന ഉടനെയും ഈ 2 മന്ത്രങ്ങൾ പറയുക. ഈ ഒരു അവസ്ഥ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുത്തതിന് തുല്യമാണ്. ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തതിന് തുല്യമാണ്. ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ തീർത്തതിന് തുല്യമാണ്. ഒരുപാട് ആളുകളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് തുല്യമാണ് നിങ്ങളുടെ മനസ്സ് ഈ ലെവലിൽ എത്തുക. ഈ സത്യം ഈ നിമിഷം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കുക. ഇനി ഞാൻ ശ്രദ്ധിക്കുക എപ്പോഴും എൻ്റെ ഉള്ളിലേക്കാണ്. എൻ്റെ അകം ഈ രൂപത്തിലേക്ക് മാറ്റുവാനാണ് ഞാൻ ശ്രദ്ധിക്കുക. മറ്റൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല.
എൻ്റെ അകം ഈ രൂപത്തിലായി കഴിഞ്ഞാൽ എൻ്റെ പുറവും മാറും എന്ന് എനിക്കറിയാം. സോ ശ്വാസത്തിലേക്ക് മനസ്സുകൊണ്ട് പോയ കോൺസെൻട്രേറ്റ് യുവർ ബ്രീത്ത്. Breathing, breathe out. Breathing, breathe out. Breathing, breathe out. Slowly open the eyes. സാവകാശം കണ്ടു. ചില ആളുകൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് കുറഞ്ഞ ആളുകൾ ലെഫ്റ്റായി പോയി. ഈ പ്രാക്ടീസ് ഒന്നും അവർക്ക് വേണ്ടെന്ന് അവർ വിചാരിക്കുന്നത്. സാറേ, എന്താണ് സാറ് പറയാൻ ഉദ്ദേശിച്ചത്? മതി, പ്രാക്ടീസ് ഞങ്ങളൊന്നും ചെയ്യൂല, പ്രാക്ടീസിൻ്റെ കാര്യം ഞങ്ങൾക്കില്ല. പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നമുക്കൊക്കെ ഈ നോളജും കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്യാൻ പറ്റിയത്. നമ്മളൊക്കെ ഒരുപാട് ട്രെയിനിങ്ങുകളും ഒരുപാട് ഗുരുക്കന്മാരടുത്തും പോയ ആൾക്കാരാണ്. പ്രാക്ടീസിൽ നിന്നാണ് എല്ലാം നേടിയെടുത്തത്. ഇപ്പോൾ നമ്മളങ്ങനെ ഓടി നടന്ന് പോകുന്നില്ല, പക്ഷെ എങ്കിലും നമ്മളിപ്പോൾ അടുത്ത എന്താ പറയുക, ഈ മാസം കൂടി നമ്മൾ പോകുന്നു, പല ഗുരുക്കന്മാരെയും തിരഞ്ഞു പോകുന്നു. അതുകൊണ്ട് മാത്രമായില്ല, ഈ നോളജ് കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാത്തത് ഒരിക്കലും ലൈഫിലുണ്ടാവില്ല എന്ന് എല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിച്ചു. നാളെ രാവിലെ 6 മണിക്ക് എല്ലാവരും ലൈവ് സെഷനിൽ പങ്കെടുക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടോ? ക്ലിയർ അല്ല? ഇപ്പൊ ചെയ്ത മെഡിറ്റേഷൻ നാളെ ഞങ്ങൾ അടുത്ത ക്ലാസ് വരെ ഇത് റിപ്പീറ്റ് ചെയ്യണോ? നിങ്ങൾ മെഡിറ്റേഷൻ അല്ല, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ 2 വാക്ക് പറയാം. അതായത് ഐ ചൂസ് ടു ബി കാം, ഐ ആം ഓൾവേസ് ഇൻ പീസ്. ഒന്ന് എഴുതി വെച്ചോളൂ വേണമെങ്കിൽ. ഇതിന്റെ റെക്കോർഡിംഗ് ഇപ്പൊ തരില്ല, കാരണം റെക്കോർഡിംഗ് ഇപ്പൊ തരില്ല ഇതിന്റെ. പക്ഷെ ഇതൊന്ന് എഴുതി വെച്ചോളൂ, പിന്നീട് ചെയ്യും. ഐ ചൂസ് ടു ബി കാം, ഐ ആം ഓൾവേസ് ഇൻ പീസ്. ഐ ചൂസ് ടു ബി കാം, ഐ ആം ഓൾവേസ് ഇൻ പീസ്. എനിക്ക് കുറച്ച് ക്ലാസ് ഒക്കെ ഇതിന്റെ ഇടയിൽ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോയി സാറേ. കാരണം നമ്മള് ഷോപ്പിലാണ്, അപ്പൊ കസ്റ്റമർ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ശരി, വളരെ സന്തോഷം. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ മൈ ഡിയർ ഫ്രണ്ട്സ്? ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സാർ, വളരെയധികം ഉപകാരപ്പെട്ടു സാർ. സമയം പോയതറിയില്ല. സന്തോഷം. നമുക്കിനി അടുത്ത ആഴ്ച വീണ്ടും കാണാം, നാളെ രാവിലെ. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you very much. ഓക്കെ.